ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പം അന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആദ്യത്തെ ക്ലാസ്സിൽ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കിയത്. സൊല്യൂഷൻ ഈസ് ദ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കമ്പോണൻസ്. ദ കമ്പോണൻസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദി ടേം സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ പറഞ്ഞു. ദർ ആർ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. വൺ ഈസ് സോളിഡ് സൊല്യൂഷൻ, ഗ്യാസ് സൊല്യൂഷൻ ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻ. ദ നെയിം ഓഫ് സൊല്യൂഷൻ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി സോൾവെൻറ്റ് മോളിക്യൂൾ. സോൾവെൻറ്റ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പേര് പറയാറുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ്റെ മെഷർ ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേംസുകളാണ് നമ്മൾ പറഞ്ഞത്. 7 ടേംസുകളോളമാണ് നമ്മൾ അന്ന് നോക്കിയത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സോലിബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്തായിരുന്നു സോലിബിലിറ്റി? സോലിബിലിറ്റി ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ മാക്സിമം ഡിസോൾവ് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് സോലിബിലിറ്റി. ദെൻ സോലിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ ഫാക്ടറുകളാണ് പിന്നെ പറഞ്ഞത്. അതിൽ ദർ ആർ മെയിൻലി 3 ഫാക്ടേഴ്സ് എഫക്ട് ദ സോലിബിലിറ്റി. ഫസ്റ്റ് വൺ ഈസ് നാച്ചർ ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് ടെമ്പറേച്ചർ ആസ് വെൽ ആസ് പ്രഷർ. ദെൻ പിന്നെ പറഞ്ഞത് 2 കേസ് എടുത്തിട്ടാണ് പറഞ്ഞത്. സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡും പറഞ്ഞു, ഗ്യാസ് ഇൻ എ ലിക്വിഡും നമ്മൾ പറഞ്ഞു. അപ്പോൾ സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡിൽ 2 ഫാക്ടറുകളാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നാച്ചർ ഓഫ് സബ്സ്റ്റൻസും രണ്ടാമത്തെന്ന് പറയുന്നത് ടെമ്പറേച്ചർ. നാച്ചർ ഓഫ് സബ്സ്റ്റൻസിൽ നമ്മൾ പറഞ്ഞ് ഗോൾഡൻ റൂൾ, ദാറ്റ് മീൻസ് ലേക്ക് ഡിസോൾവ് ലേക്ക് എന്ന് പറയുന്ന ഒരു ടേംസ് പറഞ്ഞു. അതെന്താണെന്ന് നോക്കണേ. ദെൻ പിന്നെ പറഞ്ഞ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ ഡിസൊല്യൂഷൻ എന്താണ്, ക്രിസ്റ്റലൈസേഷൻ എന്താണ് എന്നൊക്കെയാണ് പിന്നെ പറഞ്ഞത്. ദെൻ പിന്നെ പറഞ്ഞത് ഗ്യാസിൻ്റെ ലിക്വിഡിൻ്റെ കേസിൽ നമ്മളൊരു ലോ പഠിച്ചു. ആ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലോ പറയുന്ന പേരായിരുന്നു ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? സോലിബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു: എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എബവ് ദ സോൾവെൻറ്റ്. ദാറ്റ് മീൻസ് സോലിബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ദെൻ പിന്നെ അത് പറഞ്ഞത് ഹെൻറീസ് ലോൻ്റെ അപ്ലിക്കേഷൻ പറഞ്ഞു. അതേപോലെ തന്നെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഗ്യാസിനെ ലിക്വിഡിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളോട് ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് വേപ്പർ പ്രഷർ? ദെൻ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ലോ ഏതാണ്? ആ ലോൻ്റെ ബേസിൽ നമ്മൾ സൊല്യൂഷനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മൾ ഹാഫ് പോർഷൻ ലിക്വിഡ് നിറച്ചിട്ടുള്ള ഒരു ക്ലോസ്ഡ് വെസൽ കൺസിഡർ ചെയ്യണം. അതാണ് നമ്മൾ റോമൻ ലെറ്റർ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ പിക്ചർ വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി പറയാൻ പോകുന്നത്. We know that most of the liquids are volatile. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുവിധ ലിക്വിഡ്സുകളൊക്കെ എന്താണ്? വോളറ്റൈലാണ്. അപ്പോൾ വോളറ്റൈലാകുമ്പോൾ അതിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവുക? ദ ഹാവ് എ ടെൻഡൻസി ടു വേപ്പറൈസേഷൻ. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി എന്തിനുണ്ടാവും? വോളറ്റൈൽ കോമ്പൗണ്ട്സിനുണ്ടാവും. ഇവ ലിക്വിഡ് ആയതുകൊണ്ട് അതിന് വേപ്പർ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ലിക്വിഡ് ടു വേപ്പർ നടക്കുമ്പോൾ അവിടെ പറയുന്ന പ്രോസസ്സ് എന്താണ്? വേപ്പറൈസേഷനുള്ള ടെൻഡൻസി ഉണ്ടാവും.
ഓക്കെ, അതാണ് നമ്മൾ പിക്ചർ 2 റെപ്രസെൻ്റ് ചെയ്യണത്. എന്താ, അത് കുറേ നേരം നിൽക്കുമ്പോൾ വോളട്ടൈലായിട്ടുള്ള ലിക്വിഡാണ്. ആ വോളട്ടൈലായിട്ടുള്ള ലിക്വിഡിന് ആ ടൈമിനനുസരിച്ച് അത് വേപ്പറൈസേഷൻ നടത്തും. വേപ്പറൈസേഷൻ നടത്തിയിട്ട് എന്താവും, വേപ്പറാവും. എല്ലാം ഒരേ ഫാസ്റ്റായിട്ട് നടക്കൊന്നുമില്ല, സാവധാനം നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആക്കുമ്പോൾ എന്താവും, വേപ്പറാവും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പിക്ചറിൽ പറയുന്നത്. ദെൻ ഈ വേപ്പറിന് വേറെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇതൊരു ക്ലോസ്ഡ് വെസൽ ആയതുകൊണ്ട് തന്നെ ഈ വേപ്പറായിട്ടുള്ള മോളിക്യൂളിന് വേറെ എവിടേക്കും പോകാനുള്ള ചാൻസ് ഇല്ല, അവിടെ സ്പേസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ വേറൊരു പ്രോസസ്സും കൂടി നടക്കും. ഏതാണ്, വേപ്പർ ലിക്വിഡ് ആവാനുള്ള പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ആ ലിക്വിഡ് വേപ്പറായി. സോ അതേപോലെ തന്നെ അവിടെയുള്ള വേപ്പർ മോളിക്യൂളുകൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാനുള്ളൊരു ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ വേപ്പർ ലിക്വിഡിലേക്ക് വരുമ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, കണ്ടൻസേഷൻ. ദേ ഹാവ് എ ചാൻസ് ടു കണ്ടൻസേഷൻ. അതാണ് നമ്മൾ മൂന്നാമത്തെ പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എന്ത്, liquid to vapor, vapor to liquid. That means vaporization and condensation also occur that. അപ്പോൾ നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത് സപ്പോസ് ചെയ്യുക. കെമിക്കൽ റിയാക്ഷൻ ആകുമ്പോൾ 2 റിയാക്റ്റൻ മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്. ദാറ്റ് മീൻസ് റിയാക്റ്റൻ മോളിക്യൂൾ കൊളൈഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് റിയാക്ഷനാണ്. ദെൻ ആ പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് പഴയ 2 റിയാക്റ്റൻ്റ് ഉണ്ടാവുകയാണ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നമ്മൾ ഇവിടുത്തെ ഈ പിക്ചറിൽ നോക്കുക, ആദ്യം ലിക്വിഡ് വേപ്പറായി. ലിക്വിഡ് ഇവിടെ റിയാക്റ്റൻ്റ് ആയിട്ട് നമ്മൾ സപ്പോസ് ചെയ്താൽ ലിക്വിഡ് വേപ്പറായി, വേപ്പർ ഈസ് പ്രൊഡക്റ്റ്. ദെൻ ആ വേപ്പർ വീണ്ടും ലിക്വിഡ് ആവുകയാണ്. ദാറ്റ് മീൻസ് അവിടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വേപ്പർ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് ആവുകയാണ്. അപ്പോൾ അവിടെ എന്താ നടന്നത്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു. ഫോർവേഡ് റിയാക്ഷനും നടന്നു, ബാക്ക്വേർഡ് റിയാക്ഷനും നടന്നു. നമുക്കറിയാം, ഒരു ഇക്വിലിബ്രിയം കേസിലാണ് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും പറയാറുള്ളത്. അതെന്തുകൊണ്ടാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഫോർവേഡ് റിയാക്ഷന് ഈക്വൽ ആകുമ്പോഴാണ് ആ ഒരു കെമിക്കൽ ഇക്വേഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയെന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ 4th പിക്ചർ നോക്കുമ്പോൾ അവിടെ വാപ്പറൈസേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നതും കണ്ടൻസേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നതും രണ്ടും റേറ്റ് എന്ന് പറയുന്നതും ഈക്വലാണ്. സോ ദാറ്റ് നമുക്ക് പറയാം ഈ ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് എന്ന് പറയാം. എന്താണ് പറഞ്ഞത്, ഇവിടെ കണ്ടൻസേഷൻ്റെ റേറ്റും വേപ്പറൈസേഷൻ്റെ റേറ്റും ഈക്വലാണ്. That means the rate of backward reaction is equal to rate of forward reactions. That indicate it is in equilibrium state. ത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇക്വിലിബ്രിയത്തിൽ എത്തില്ല എപ്പോഴാണ്, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഇവിടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഏതൊക്കെയാണുള്ളത്, ലിക്വിഡും വേപ്പറുമാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ളത്. അതാണ് നമ്മൾ പിക്ചർ 4 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വേപ്പർ ഈസ് ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ്. ഓക്കെ, ഇവിടെ ഈ 4th കേസിലുള്ള ഈ ഇക്വിലിബ്രിയത്തിലുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള വേപ്പർ മോളിക്യൂളുകൾ ഈ ലിക്വിഡ് സർഫസിൻ്റെ മുകളിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിനെ പറയുന്ന പേരാണ് എന്ത്, വേപ്പർ പ്രഷർ. ഈ വേപ്പർ പ്രഷർ എന്താണെന്നുള്ളത് ആണ് നമ്മൾ ഈ 4th കണ്ടീഷനിൽ, ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള കണ്ടീഷനിൽ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ വേപ്പറും ലിക്വിഡും ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ആ ഇക്വിലിബ്രിയത്തിലുള്ള വേപ്പർ മോളിക്യൂളുകൾ ലിക്വിഡിൻ്റെ സർഫസിൽ, ദാറ്റ് മീൻസ് ഈ വേപ്പറും ലിക്വിഡും ഇങ്ങനെ അടുത്തടുത്താണല്ലോ നിൽക്കുന്നത്, അതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർ സർഫസിൽ, ദാറ്റ് മീൻസ് ലിക്വിഡിൻ്റെ സർഫസിൽ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പേരും തന്നെ വേപ്പർ പ്രഷർ എന്നുള്ള പേരും തന്നെ മനസ്സിലാക്കാം, പ്രഷർ എക്സേർട്ടഡ് ബൈ വേപ്പർ. എവിടെയാണ് എക്സേർട്ട് ചെയ്യുന്നത്, ഓൺ ദി ലിക്വിഡ് സർഫസ്. എപ്പോഴാണ്, അറ്റ് വിച്ച് വേപ്പർ ഈസ് ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ്.
ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് by the liquid surface which in equilibrium with liquid at a given temperature. given temperature പറയാൻ കാരണം നമുക്കറിയാം ഇക്വിലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ പഠിച്ച കൂട്ടത്തിൽ നമ്മളൊരു ഫാക്ടർ പറഞ്ഞത് എന്തായിരുന്നു? ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇക്വിലിബ്രിയം മാറാം. ഇവിടുത്തെ റിയാക്ഷൻസുകൾ, ഇവിടുത്തെ കണ്ടൻസേഷൻ ആണെങ്കിലും വേപ്പറൈസേഷൻ ആണെങ്കിലും അതിന് ചേഞ്ച് വരാം. അതുകൊണ്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് തന്നെ പറയണം. അപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ടാണ്, ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇത് മേ ബി വേപ്പർ പ്രഷർ എന്താണ് എന്നുള്ളത് പക്ഷേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ, വേപ്പർ ഒരു ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. ആ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്: വേപ്പർ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ, അത് ഏതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഗിവൺ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചറിൽ വേപ്പറും ലിക്വിഡും ഇക്വിലിബ്രിയത്തിലാകും. ആ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ആ വേപ്പർ മോളിക്യൂളുകൾ ലിക്വിഡിൻ്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒന്നും കൂടി അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടിയും പറയാം: ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പർ എബവ് ദ ലിക്വിഡ് സർഫസ് വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. നമുക്കറിയാം, നമ്മളൊരു ലിക്വിഡ് സൊല്യൂഷൻ എടുത്താൽ അതിലുള്ള സോൾവെൻ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. പിന്നെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? മേ ബി സോളിഡ് ആവാം, അതല്ലെങ്കിൽ ലിക്വിഡ് ആവാം, അതുമല്ലെങ്കിൽ ഗ്യാസും ആവാം. പക്ഷേ വേപ്പർ പ്രഷർ, ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ്സ് ആർ വോളറ്റൈൽ. അപ്പോൾ നമ്മൾ ഇവിടെ ലിക്വിഡ് സൊല്യൂഷനിൽ സോൾവെൻ്റായിട്ട് എടുക്കുന്നത് ഏതാണ്? ലിക്വിഡാണ്. സോ നമ്മുടെ സോൾവെൻ്റ് എപ്പോഴും അധികവും മോസ്റ്റ് ഓഫ് ദം സോൾവെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളറ്റൈലായിരിക്കും. പക്ഷേ സൊല്യൂട്ട് ആയിട്ട് എടുക്കുന്ന സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഏതായിക്കൊള്ളട്ടെ, അവ ഇറ്റ് മേ ബി വോളറ്റൈലാവാം, അതല്ലെങ്കിൽ നോൺ വോളറ്റൈലാവാം. വോളറ്റൈലോ നോൺ വോളറ്റൈലോ ആയിട്ടുള്ള സൊല്യൂട്ടാണ് നമ്മൾ ലിക്വിഡ് സൊല്യൂഷനിൽ ഉണ്ടാവുക. പക്ഷേ സോൾവെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും വോളറ്റൈലായിരിക്കും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ആ സൊല്യൂഷൻ്റെ, ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. ഒരു ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ലിക്വിഡ് സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് വോളറ്റൈലാണോ നോൺ വോളറ്റൈലാണോ എന്നതിനെ നോക്കിയിട്ടാണ് ഒരു ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടുതലാണോ കുറവാണോ എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി വെക്കാനുള്ളൂ, ആകെ ഒരു കാര്യമേ മനസ്സിലാക്കി വെക്കാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് സൊല്യൂട്ട് വോളറ്റൈലാണോ നോൺ വോളറ്റൈലാണോ അതിനനുസരിച്ചാണ് ആ ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ആ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിനേക്കാളും കൂടുതലാണോ അതോ കുറവാണോ എന്നുള്ളത് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലോയാണ്. ആ ലോൻ്റെ പേരെന്ന് പറയുന്നത് റോൾസ് ലോ എന്ന് പറയുന്ന ലോ ഒരു മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഒരു റിലേഷൻ തരുന്ന ഒരു ലോയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോല്യൂബിലിറ്റി പഠിച്ച സമയത്ത് ഒരു ലോ പറഞ്ഞിരുന്നു. ആ ലോ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹെൻറീസ് ലോ ആയിരുന്നു. അവിടെ ഹെൻറീസ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? മോൾ ഫ്രാക്ഷനും പ്രഷറും കണക്ട് ചെയ്യുന്ന ഒരു ലോയാണ് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ റോൾസ് ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്, അത് നമുക്ക് പിന്നീട് പറയാം. ആ ഹെൻറീസ് ലോ പോലത്തെ ഒരു ലോ തന്നെയാണ് റോൾസ് ലോ. ഇവിടെ പറയുന്നത് മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് റോൾസ് ലോ നമുക്ക് തരുന്നത്.
In the case of liquid solution, that means solvent is liquid as well as solute is liquid. In the case, Rolle's law state that for a solution of volatile liquid, the partial pressure of each component in the solution is directly proportional to its mole fractions. That means we know that the liquids are generally volatile. അപ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും ലിക്വിഡായിട്ടുള്ള സൊല്യൂഷനുകളിൽ, അപ്പോൾ രണ്ടെന്ന് പറയുന്നതും വോളട്ടൈലായിട്ടുള്ള സൊല്യൂഷനിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് സൊല്യൂട്ട് ആവട്ടെ സോൾവെൻ്റ് ആകട്ടെ, സോൾവെൻറ്റിൻ്റെയോ സൊല്യൂട്ടിൻ്റെയോ ഏതെങ്കിലും രണ്ടിൻ്റെയും അല്ലെങ്കിൽ ഈച്ച് കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് റോൾസ് ലോ പറയുന്നത്. ദാറ്റ് മീൻസ് P directly proportional to X. The P means vapor pressure and X means mole fraction. റോൾസ് ലോ എന്താണെന്ന് ഒന്നുകൂടിയും പറയാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്സ്, ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ആ ഡെഫിനിഷൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, വേപ്പർ പ്രഷർ അവിടെ പറയുമ്പോൾ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻ്റ് എന്ന് തന്നെ പറയണം. എന്തുകൊണ്ടാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയാൻ കാരണം, ആ സൊല്യൂഷൻ്റെ ഒന്നായിട്ടുള്ള വേപ്പർ പ്രഷർ അല്ല, ആ സൊല്യൂഷനിലുള്ള കമ്പോണൻസിൻ്റെ വേപ്പർ പ്രഷറാണ്. അതുകൊണ്ട് ആ സൊല്യൂഷൻ്റെ ടോട്ടലായിട്ടാവില്ല. സോ അതുകൊണ്ടാണ് ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷറായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഡെഫിനിഷനിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻ്റ് എന്ന് എടുത്തു പറയുന്നത്. ഓക്കെ, ഈ റോൾസ് ലോ വെച്ചിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷറിനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി കൺസിഡർ ടു ലിക്വിഡ് എ ആൻഡ് ബി, so that the PA and PB are the partial vapor pressure of each component A and B. Also that XA and XB are mole fraction of each components, that means solvent and solute, and P total is equal to total vapor pressure of the solution. According to Rolle's law, we know that P is directly proportional to X. P means partial vapor pressure and X means mole fraction. Here for a component A, P is directly proportional to XA. For component B, PB directly proportional to X2. So from that two equation we can get PA is equal to P naught A into XA and PB is equal to P naught B into XB. Here P naught A and P naught B are the vapor pressure of pure component of A and B. That means എ എന്ന് പറയുന്ന സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ് പി നോട്ട് എ. ആ സോൾവെൻ്റ് നമുക്കറിയാം വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് പറഞ്ഞ സമയത്ത് ആ ലിക്വിഡ് ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാവുള്ളൂ. ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പി നോട്ട് എ. ബി എന്ന് പറയുന്ന ലിക്വിഡിൻ്റെ പ്യുവർ വേപ്പർ പ്രഷർ എന്ന് പറയുന്നതാണ് പി നോട്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ടോട്ടൽ പ്രഷറാണ്. അപ്പോൾ ടോട്ടൽ പ്രഷർ എങ്ങനെ കാണാം? ഇപ്പോൾ നമുക്ക് രണ്ട് കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ കിട്ടിയിട്ടുണ്ട്. ആ പാർഷ്യൽ പ്രഷറിനെ രണ്ടും കൂടെ സമ്മ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ പ്രഷർ. അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ, നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. പാർഷ്യൽ പ്രഷറിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് ഡാൾട്ടൺസ് ലോ. ടോട്ടൽ പ്രഷർ എങ്ങനെ കാണാൻ ഒരു സൊല്യൂഷനിലുള്ള കോമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ സം ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ പ്രഷർ എന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടുക? പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി, ദാറ്റ് ഇസ് ഈക്വൽ ടു പി
naught A into XA plus P naught B into XP. From that we get P total is equal to 1 minus XB into P naught A plus XB into P naught B. That is equal to P total is equal to P naught A plus P naught B minus P naught A into XB. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. കാരണം നമ്മൾ പഠിച്ച കോൺസെൻട്രേഷൻ ടേംസിലുള്ള മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷനും മറ്റ് ഇവിടുത്തെ ഈ പാർഷ്യൽ പ്രഷറിൻ്റെ ഇക്വേഷനും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ ഒരു എൻട്രൻസ് ആണെങ്കിൽ പോലും ഇത് ഒരു അപ്ലിക്കേഷൻ ലെവലിലും എൻട്രൻസുകൾ ചോദിക്കാറുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് റോൾസ് ലോൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമുക്കറിയാം മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞു. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഏതൊക്കെ കാര്യങ്ങളാണ് എടുക്കുക. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾസ് ലോയിൽ പറയുന്ന രണ്ട് ടേംസുകളാണ്. ഒന്നെന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനും മറ്റേതെന്ന് പറയുന്നത് ഏതാണ് വേപ്പർ പ്രഷറുമാണ്. അപ്പോൾ നമ്മൾ പ്ലോട്ട് വരയ്ക്കുമ്പോൾ ഏതൊക്കെയാണ് എടുക്കുക? ഇവിടെ പ്ലോട്ട് വരയ്ക്കുന്നത് മോൾ ഫ്രാക്ഷൻ എഗെയിൻസ്റ്റ് വേപ്പർ പ്രഷറാണ്. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനും വൈ ആക്സിസിൽ വേപ്പർ പ്രഷറുമാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഗ്രാഫിൽ അത്ര വൃത്തിയൊന്നുമില്ലേ, അത് നിങ്ങൾ ക്ഷമിക്കുക. വേപ്പർ പ്രഷർ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മോൾ ഫ്രാക്ഷനാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ എക്സ് എ എന്നും എഴുതിയിട്ടുണ്ട്, എക്സ് ബി എന്നും എഴുതുന്നുണ്ട്. എക്സ് എ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ദെൻ എക്സ് ബി എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ഞാൻ പറയട്ടെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സോൾവെൻറ്റ് വെച്ചിട്ടാണ്. ഒരു സോൾവെൻ്റാണ് ആദ്യം നമ്മൾ എടുക്കാറുള്ളത്. ആ സോൾവെൻറ്റിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യാറല്ല ചെയ്യാറ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സോൾവെൻ്റ് എടുത്തു. അപ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്ന സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ, അതിൽ സൊല്യൂട്ട് ഇല്ല. അപ്പോൾ ഇവിടുത്തെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് എൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എക്സ് ബി ഇവിടെ ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ, ദാറ്റ് മീൻസ് സൊല്യൂട്ട് ഇവിടെ എടുത്തിട്ടില്ല. സോ എക്സ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കറിയാം ഒരു സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ സമ്മ് ചെയ്താൽ എന്ത് കിട്ടണം? 1 കിട്ടണമെന്ന് നമുക്കറിയാം. സോ ഇവിടെ നോക്കിയാൽ ഇത് സോൾവെൻറ്റും സൊല്യൂട്ടാണ്, ഇത് രണ്ടും കൂടിയിട്ടാണ് സൊല്യൂഷൻ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ മോൾ ഫ്രാക്ഷനും സമ്മ് ചെയ്താൽ 1 കിട്ടണം. ഇവിടെ എക്സ് ബി എടുത്തിട്ടില്ല, അപ്പോൾ എക്സ് ബി എന്ന് പറയുന്നത് 0 ആണ്. സോ എക്സ് എൻ്റെ മോൾ ഫ്രാക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 എടുത്തു. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് വേപ്പർ പ്രഷറാണ്. ഇവിടെ എക്സ് എ എന്ന് പറയുന്ന സോൾവെൻറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ ആ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവിടുത്തെ വേപ്പർ പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി നോട്ട് എ എന്നാണ്. നമ്മൾ പറഞ്ഞു പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻ്റ് ഈസ് പി നോട്ട് എ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എക്സ് എ എന്ന് പറയുന്നത് ഇവിടെ ആ സൊല്യൂഷനിൽ സോൾവെൻറ്റ് മാത്രമാണുള്ളത്. ആ സോൾവെൻറ്റ് എന്ന് പറയുന്നത് പ്യുവർ കമ്പോണൻ്റ് ആണ്, വേറെ ഒരു പാർട്ടിക്കിളും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പി നോട്ട് എ പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെയാണ് പി നോട്ട് എ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മളൊരു സൊല്യൂഷൻ എടുക്കുകയാണ്. ആ സൊല്യൂഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ സോൾവെൻറ്റ് മാത്രമാണ് നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ എക്സ്. ദെൻ ആ സോൾവെൻറ്റിലേക്ക് ഞാൻ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ അവിടുത്തെ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് മാറിയിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബി എന്ന് പറയുന്ന സൊല്യൂട്ടിനും ഒരു മോൾ ഫ്രാക്ഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് കുറയും, അവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നതും കുറയും. അപ്പോൾ നമുക്കിങ്ങനെ വരെ ഇവിടെ
ഇത് എൻ്റെ ഒരു സൊല്യൂഷൻ്റെ എക്സ് എ ആൻഡ് എക്സ് ബി. ഇവിടെ ഈ എക്സ് എ എന്ന് പറയുന്നത് 1 എന്നുള്ളത് ഈ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കുറഞ്ഞു വരും. ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കുറയും, ഇതെന്ന് പറയുന്നത് കൂടും. അങ്ങനെ ഇത് കുറഞ്ഞ് എക്സ് എ ഈക്വൽ ടു 0 ആവും, എക്സ് ബി ഈക്വൽ ടു 1 ആവും. ഈ എക്സ് ബി ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എന്തായിരിക്കും? അത് ഇങ്ങനെയല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്നത് ഒറ്റക്കാണ് എടുക്കുന്നത് എങ്കിൽ ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും, എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്, കുറച്ചുകൂടി മനസ്സിലാകാൻ എളുപ്പം എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ദെൻ ഈ എക്സ് ബി എന്ന് പറയുമ്പോൾ ബി ഒറ്റക്കുള്ള ആ ബീൻ്റെ മോൾ ഫ്രാക്ഷനാണ് 1. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബീൻ്റെ ഇവിടെ വേപ്പർ പ്രഷറാണ് എടുക്കുന്നത്. അപ്പോൾ വേപ്പർ പ്രഷർ എടുക്കുമ്പോൾ ഇവിടുത്തെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? പി നോട്ട് ബി മീൻസ് എന്താണ് മീൻ ചെയ്യുന്നത്? വേപ്പർ പ്രഷർ ഓഫ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് ബി. സൊല്യൂട്ട് എന്ന അവിടെ സോൾവെൻ്റ് ഇല്ല, ആ സോൾവെൻ്റ് ഇല്ലാത്ത ആ സൊല്യൂട്ടിൻ്റെ വേപ്പർ പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? പി നോട്ട് ബി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പി നോട്ട് ബി എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ പിക്ചർ ഇങ്ങനെ വരിക, ഇത് വേപ്പർ പ്രഷർ ഇങ്ങനെ ഡിക്രീസ് ചെയ്തും വരും. ഇവിടുത്തെ കേസിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, പാർഷ്യൽ പ്രഷർ ഇങ്ങോട്ട് വരും തോറും ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു വരും. ദെൻ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈ പി നോട്ട് എയും ഈ പി നോട്ട് ബിയും തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്നത് സ്ട്രെയിറ്റ് കിട്ടുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തെറ്റുന്നുണ്ട്. ജസ്റ്റ് ഈ പി നോട്ട് എയും പി നോട്ട് ബിയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പി ടോട്ടൽ. ദാറ്റ് മീൻസ് പി എ പ്ലസ് പി ബി. ദെൻ പി എ ഈക്വൽ ടു ഏതാണെന്ന് നമ്മൾ നോക്കണ്ട. ഇത് പി എയും ഇതെന്ന് പറയുന്നത് പി ബിയുമായിരിക്കും. പി എ മീൻസ് എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും പി ബി മീൻസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ കമ്പോണൻറ്റ് ബി. ഇതാണ് എന്തെന്ന് പറയുന്നത്? റോൾസ് ലോൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. സൊല്യൂട്ട് മാത്രം എടുക്കുമ്പോൾ, ദാറ്റ് മീൻസ് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 ആകുമ്പോൾ പി നോട്ട് അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. ദെൻ അത് ഇതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, ദാറ്റ് മീൻസ് മോൾ ഫ്രാക്ഷൻ എക്സ് എ കുറയുന്നതിനനുസരിച്ച് പി നോട്ട് എൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ദെൻ ഇറ്റ് ബിക്കം 0. അതേപോലെ തന്നെ ഇവിടെ എക്സ് ബി 1 ആകുമ്പോൾ എക്സ് എ 0 ആണ്. എക്സ് ബി 1 ആകുമ്പോൾ അതെന്ന് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ അത് കുറയുന്നതിലേക്ക് ഇവിടെ എ ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, ദാറ്റ് മീൻസ് ബിൻ്റെ എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്യുവർ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും കുറഞ്ഞു വരും. അതാണ് ഇവിടെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത്. ഈ പി എ എന്ന് പറയുന്ന എയിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷറാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. ദെൻ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ പി നോട്ട് എയും പി നോട്ട് ബിയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനാണ് പി ടോട്ടൽ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളെ റോൾസ് ലോ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ഇവിടുത്തെ ഗ്രാഫും തമ്മിൽ കറക്റ്റ് ആവുന്നുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മൾ റോൾസ് ലോ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? മോൾ ഫ്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ, അപ്പോൾ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. പാർഷ്യൽ വേപ്പർ പ്രഷർ കേട്ടോ, പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നോക്കുക, ഇവിടുത്തെ മോൾ ഫ്രാക്ഷൻ ഇതാണ്, പാർഷ്യൽ വേപ്പർ പ്രഷർ ഇതാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച്
പാർഷ്യൽ വേപ്പർ പ്രഷറും കുറഞ്ഞു വരുന്നതായിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ കേസിൽ. ദെൻ മോൾ ഫ്രാക്ഷൻ 0 to 1 എന്ന് വരിക എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, പാർഷ്യൽ വേപ്പർ പ്രഷർ 0യിൽ നിന്ന് അതിൻ്റെ P0B എന്ന് പറയുന്ന പീക്ക് ലെവലിലേക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണ് ക്ലിയർ ആവുന്നത്, റോൾസ് ലോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പാർഷ്യൽ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. ഇവിടെ നമുക്ക് വരച്ചാൽ കിട്ടുന്ന എല്ലാ 3 സ്ട്രെയിറ്റ് ലൈനും എന്ന് പി എന്ന് മീൻസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് ആൻഡ് PB മീൻസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട് ആൻഡ് P ടോട്ടൽ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നതും ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുക. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക, മോൾ ഫ്രാക്ഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ആകെ കുറച്ച് 2 ടോപ്പിക്ക് മാത്രമേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞത് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്താണ് എന്നുള്ളതാണ്. വേപ്പർ പ്രഷറിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. എവിടെയാണ് എക്സേർട്ട് ചെയ്യണത്, ഒരു ലിക്വിഡ് സർഫസിൽ. അപ്പോൾ വേപ്പർ ഈസ് ഇക്ലിബ്രിയം വിത്ത് ലിക്വിഡ്. വേപ്പർ ലിക്വിഡുമായിട്ട് ഇക്ലിബ്രിയത്തിൽ എത്തുമ്പോൾ ആ വേപ്പർ ലിക്വിഡ് സർഫസിനെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിരുന്നത്. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചിട്ടാണ്. അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, സൊല്യൂട്ടിൻ്റെ വോളറ്റാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ആ സോൾവെൻറ്റിനേക്കാളും കൂടുകയോ കുറയോ എന്നുള്ള കാര്യം നോക്കുന്നത്. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സൊല്യൂട്ടിൻ്റെ വോളറ്റാലിറ്റിക്ക് അനുസരിച്ച്, ദാറ്റ് മീൻസ് നോൺ വോളട്ടൈലാണോ എന്ന് നോക്കിയിട്ടാണ് ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അവിടുത്തെ പ്യുവർ സോൾവെൻറ്റിൻ്റെക്കാളും കൂടുകയോ കുറയോ എന്നുള്ള കാര്യം നോക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് റോൾസ് ലോ ആണ്. അത് ഏതിൻ്റെ കേസിലാണ് പറഞ്ഞത്, ലിക്വിഡ് സൊല്യൂഷൻ്റെ കേസിലാണ് നമ്മൾ റോൾസ് ലോ പറഞ്ഞത്. റോൾസ് ലോ എന്തായിരുന്നു, റോൾസ് ലോ പറയുമ്പോൾ ഏതൊക്കെ ടേംസുകളാണ് നമ്മൾ എടുത്തു പറയേണ്ടത്, വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും. വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടു. അതിൽ ലാസ്റ്റ് P ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, P0A പ്ലസ് P0B മൈനസ് P0A ഇൻറ്റു XB ആയിരുന്നു. ദെൻ ആ ഒരു ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ദെൻ പിന്നെ പറഞ്ഞത് നമ്മൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റോൾസ് ലോ. അപ്പോൾ ആ റോൾസ് ലോൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. അതിനെയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തതിൻ്റെ ബാക്കി ചാപ്റ്റർ, അന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് റോൾസ് ലോ റിലേറ്റ് ചെയ്തിട്ട് സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതികളൊക്കെയാണ് ഇനി അടുത്ത് പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.